ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗീതുവും ഗോവിന്ദും AGM റിസോർട്ടിലേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. കാറ് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗീതു, രഞ്ജുവിൻ്റെ അസുഖത്തെ പറ്റിയും ധ്യാനിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വെങ്കടേശങ്ങളുമായിട്ട് സംസാരിക്കണം. ആ സമയത്ത് രഞ്ജു ഞങ്ങളുടെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടി നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഗീതു പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു കാണേട്ടാ, ഞാൻ രഞ്ജു വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഗീതവും ഗോവിന്ദും ഇങ്ങനെ സംസാരിച്ച് വരുന്നതൊക്കെ മാർഗഴി കാണുന്നുണ്ട്. മാർഗഴി കണ്ടിട്ട്, മാരിയമ്മ, എൻ്റെ ഡ്യൂപ്പും അവളുടെ കെട്ടിയോനും വരുന്നുണ്ടല്ലോ, അവരുടെ മുന്നിൽ പെടാതെ തന്നെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗീതവും ഗോവിന്ദും റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം മാർഗഴി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും റിസോർട്ടിലത്തെ സ്റ്റാഫ് അവളെ കാണുന്നുണ്ട്. കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മാഡത്തിനെ കൊണ്ടുപോകാൻ സാറ് വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോകാനല്ല, ഇത് പുക കാണാനാണ് വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മാഡത്തിൻ്റെ മൂടൊന്നും ഒട്ടും ശരിയല്ല, സാറുമായിട്ട് വഴക്കിട്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഗീതുവും ഗോവിന്ദും നേരെ പോകുന്നത് വെങ്കടേശങ്ങളുടെ റൂമിലേക്കാണ്. റൂമിലേക്ക് പോയതിന് ശേഷം ഗീതു ചോദിക്കുന്നുണ്ട്, അങ്കിൾ രഞ്ജു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ നിങ്ങളുടെ ഒപ്പം വരാൻ വേണ്ടി അറക്കലിലോട്ട് വരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുക എന്ന് പറയുന്നുണ്ട് അങ്കിൾ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, രഞ്ജു കേൾക്കണ്ട, നമുക്ക് പുറത്തോട്ട് പോയി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിളാണെങ്കിലോ എന്താവും ഗോവിന്ദിന് പറയാനുള്ളത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗോവിന്ദ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ പ്രശ്നമൊന്നുമില്ല അങ്കിൾ പുറത്തേക്ക് വരും, നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഗീതു പറയുന്നുണ്ട്, രഞ്ജുവിൻ്റെ അസുഖത്തെ പറ്റി സംസാരിക്കാനാണെങ്കിൽ വേറെ ഒന്നുമല്ല, അങ്കിൾ പുറത്തോട്ട് പോവോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെങ്കടേഷൻ അങ്കിൾ പോകുന്നുണ്ട്. ഗോവിന്ദിൻ്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം അങ്കിൾ ചോദിക്കുന്നുണ്ട്, ശിവയെ പറ്റി നിനക്ക് എന്താ ഗോവിന്ദ് എന്നോട് പറയാനുള്ളത്, ശിവയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ല, അവൾക്കൊരു കുഴപ്പമില്ല അങ്കിൾ, അവളെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നുണ്ട്, ധ്യാനിനെ പറ്റിയാണോ ഇനി പറയാനുള്ളത്, ധ്യാനിനെ പറ്റി വല്ലതും നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവനെ പറ്റി എനിക്കൊന്നും പറയാനില്ല അങ്കിളിന്. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് പിന്നെ എന്താ ഗോവിന്ദ് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു സത്യം അറിഞ്ഞു അങ്കിൾ, അതെനിക്ക് സത്യമാണോ അല്ലയോ എന്ന് അങ്കിളിൻ്റെയും ഗീതുവിനോടും അമ്മയോടും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല, വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്കിളിനോടെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഞാനൊരു മണ്ടനാണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനോട് ചോദിക്കുന്നത്. ആ സത്യം അങ്കിളുടെ വായ തന്നെ കേൾക്കണം. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നുണ്ട്, എന്താ ഗോവിന്ദിനെ അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് അറിയാനൊന്നുമില്ല അങ്കിൾ, ഞാൻ അറിഞ്ഞ സത്യം എനിക്ക് മുഖത്ത് നോക്കിയൊന്ന് ചോദിക്കണം, അത്രയേ ഉള്ളൂ. അങ്കിളിൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞത് അങ്കിള് നുണയല്ലേ? അങ്കിളിൻ്റെ ഭാര്യയുടെ പേര് അനാർക്കലി എന്നല്ലേ? ഞാൻ എൻ്റെ പ്രിയെ പോലെ സ്നേഹിക്കുന്ന രഞ്ജുവിന് ജന്മം നൽകിയത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആജന്മ ശത്രുവായ ആ സ്ത്രീയല്ലേ? അമ്മയും ഗീതവും അങ്കിളും ഒക്കെ എന്നോട് പറഞ്ഞ കള്ളക്കഥകളിൽ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. ഒക്കെപ്പാടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും കള്ളമാണ് പറയുന്നതെന്ന്. പിന്നെ അനാർക്കലിയും അങ്കിളും സംസാരിക്കുന്നത് ഞാൻ ഈ റിസോർട്ടിൽ വെച്ച് കേട്ടു. സത്യങ്ങളൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അനാർക്കലിയെ ഞാൻ തന്നെയാണ് ഈ റിസോർട്ടിൽ എത്തിച്ചത്. അങ്ങനെയൊക്കെ ഗോവിന്ദ് അങ്കിളിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട അങ്കിള് പറയുന്നുണ്ട്, സത്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല ഗോവിന്ദ്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് എനിക്കും ലക്ഷ്മിക്കും ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിന്നോട് ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ രഞ്ജുവിനെ നീ ഒന്നും ചെയ്യരുത്, അവളെ ഞാൻ ഇപ്പം തന്നെ നിൻ്റെ മുന്നിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരാത്ത വിധത്തിൽ ഞാൻ ആക്കിക്കോളാം, അവളെ ഒന്നും ചെയ്യരുത്. അനാർക്കലിയുടെ വയറ്റിൽ പിറന്നു എന്നത് അവൾ ചെയ്ത തെറ്റല്ലല്ലോ ഗോവിന്ദ് എന്നൊക്കെ അങ്കിൾ പറയുന്നുണ്ട്. ഇത് കേട്ട ഗോവിന്ദ് അങ്കിളിനോട് സങ്കടത്തോട് പറയുന്നുണ്ട്, അങ്കിൾ എന്താ വിചാരിച്ചത്, ഞാനെന്താ വ്യക്തിത്വം ഇല്ലാത്ത മനുഷ്യനാണോ? അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലൊരു ഗോവിന്ദ് മാധവ് മരിച്ചു വീഴുന്നുണ്ട്, അതൊന്നും അങ്കിൾ അറിയുന്നില്ല. സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്നത് സ്വിച്ച് ഓഫാക്കിയ പ്രവർത്തനം നിൽക്കുന്ന ഒരു യന്ത്രമല്ല അങ്കിൾ ഞാൻ. ഒരിക്കൽ കൂടപ്പിറപ്പായി കണ്ടവളെ എന്നും എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഗോവിന്ദ് മാധവ് മരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട അങ്കിൾ പറയുന്നുണ്ട്, ഇല്ല മോനിന്ന് അത്ര നന്മയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാത്രവുമല്ല, നിൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം അനാർക്കലിയാണെന്ന് നിൻ്റെ ഉള്ളിലൊരു സംശയമുണ്ടെന്ന് എനിക്കറിയാം. നീ അത്രയ്ക്ക് അറിഞ്ഞിട്ടും നീ ഇനി രഞ്ജുവിനെ സ്നേഹിച്ച മാധവൻ നായർ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല മോനെ എന്നൊക്കെ ഗോവിന്ദിനോട് അങ്കിള് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ അച്ഛൻ. മരണാനന്തര ജീവിതം എന്നൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നടന്ന ഗൂഢാലോചനകളൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ തുറന്നു കാണിക്കും. പിന്നെ എൻ്റെ അമ്മ തന്നെയല്ലേ രഞ്ജുവിനെ ഇത്രയും കാലം വളർത്തിയത്, അതുകൊണ്ട് അച്ഛനൊരു കുഴപ്പവും ഉണ്ടാവില്ല. രഞ്ജു ഇത്രയും കാലം ജീവിച്ചത് അമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ കരുതലും കൊണ്ട് കൂടിയാണ്.
പിന്നെ മാത്രമല്ല എൻ്റെ നന്മയുള്ള അമ്മയുടെ കൂടെ മാത്രമേ അച്ഛൻ നിൽക്കുള്ളൂ അങ്കിളെ, ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന വെങ്കടേഷൻ അങ്കിൾ പറയുന്നുണ്ട്, നീ മനുഷ്യനല്ല മോനെ, ഈ ലോകത്തിൻ്റെ ചതിയും വഞ്ചനയും ഒക്കെ തടയാനും അതിൽ പെട്ടവരുടെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ച ദൈവമാണ് നീ എന്നൊക്കെ വെങ്കടേഷൻ അങ്കിൾ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല അങ്കിളെ, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, പച്ചയായ മനുഷ്യൻ. എൻ്റെ അമ്മ ഒരു ജീവിതകാലം ഫുള്ള് പുറലോകം അറിയരുത് എന്ന് മനസ്സിൽ കൊണ്ട് നടന്ന കാര്യം ആരും അറിയിക്കാതെ നോക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അങ്കിളെ ഞാൻ. ഇത് ഒരിക്കലും ആരും അറിയില്ല. അതുപോലെ തന്നെ അനാർക്കലിയോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉള്ളൊരു ശത്രു കൂടിയാണ് ഞാൻ. സ്വന്തം മകളൊരു ശത്രുവിൻ്റെ വീട്ടിൽ മഹാറാണിയെ പോലെ ജീവിക്കുമെന്നു എന്ന കാര്യം അവരൊരിക്കലും അറിയില്ല. ലോകം മൊത്തം സ്വന്തം മകളെ തിരഞ്ഞു നടക്കുന്ന അവരൊരിക്കലും വിചാരിക്കില്ല ശത്രുവിൻ്റെ വീട്ടിൽ അവൾ സുഖമായി ഇരിക്കുന്നു എന്നൊക്കെ. പിന്നെ അതുമാത്രമല്ല അങ്കിൾ, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. അനാർക്കലിയുടെ കണ്ണടയുന്ന തൊട്ടു മുൻപ് മാത്രമേ രഞ്ജു ആരാണെന്നുള്ള സത്യം അവർ അറിയാൻ പാടുള്ളൂ. അവർ ഇത്രയും കാലം പ്രേതത്തെ പോലെ തെരഞ്ഞു നടന്നിരുന്ന സ്വന്തം മകള് ശത്രുവിൻ്റെ വീട്ടിൽ ആയിരുന്നു എന്ന് അവർ അപ്പം മാത്രമേ അറിയാൻ പാടുള്ളൂ. അവരുടെ കണ്ണടയുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഞാൻ പറയുള്ളൂ അവരുടെ പിൻഗാമിയെ ഞങ്ങൾ ചേർത്ത് പിടിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിലാണെന്ന് അവർ അന്ന് മാത്രമേ അങ്കിൾ അറിയുള്ളൂ. ഇത് കേട്ട അങ്കിള് പറയുന്നുണ്ട്, നീ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഗീതുവും ലക്ഷ്മിയും കൂടി അറിയണം, അവർക്ക് ഭയങ്കര സമാധാനമാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, അവരൊരിക്കലും ഇപ്പം അറിയണ്ട അങ്കിൾ, ഗീതു ഈ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്ന കാര്യം എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അവർ പത്രം കണ്ട് സമാധാനിക്കണ്ട, ഞാൻ പിന്നീട് നമുക്കൊരു ദിവസം പറയാം അങ്കിൾ, അവർ കുറച്ച് പേടിച്ച് നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഗോവിന്ദ് പറയുന്ന കേട്ട അങ്കിള് പറയുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത്, മോനെ, ഗീതു നിന്നോട് മറച്ചതിലൊരു കാരണം കൂടിയുണ്ട് മോനെ, അപ്പോൾ ഞാനത് വേണമെങ്കിൽ പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വേണ്ട അങ്കിൾ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം, ഗീതുവിനെയും അമ്മേനെയും ഒത്തിരി സ്നേഹിച്ചതല്ലേ, അത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അവളോട് ചോദിച്ചോളാം, അങ്കിൾ അത് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രഞ്ജുവിനെയും ഗീതുവിനെയാണ് കാണിക്കുന്നത്. രഞ്ജു ആണെങ്കിലോ അറക്കലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വരുന്ന സമയത്ത് ഗീതുവിനെ കാണുന്നുണ്ട്. എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, ഒടുവിൽ നിങ്ങളുടെ വഴക്കിൽ ഗോവിന്ദേട്ടൻ തന്നെ ജയിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതുവിനാണെങ്കിൽ മനസ്സിലാവുന്നില്ല. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ ഗീതു എന്ന് ചോദിക്കുന്നുണ്ട് രഞ്ജു. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വട്ടായോ രഞ്ജു, ഇന്നത്തെ ദിവസം ഞാൻ ഇന്നല്ലേ ഇപ്പോഴല്ലേ നിന്നെ ആദ്യമായി കാണുന്നത്, പിന്നെ എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇല്ല, നീയും ഞാനും സംസാരിച്ചു. അപ്പോൾ ഗീത പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫോൺ പോലും ഇന്നത്തെ ദിവസം ചെയ്തില്ലല്ലോ രഞ്ജു, പിന്നെ എന്താ നീ പറയുന്നത്, അതിനെന്തിനാ ഫോൺ ചെയ്യണേ, നീ വന്നിരുന്നല്ലോ, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ടല്ല വന്നിരുന്നത്, ഈ ഡ്രസ്സിൻ്റെ പേരിൽ നീയും ഗോവിന്ദേട്ടനും വഴക്കിട്ടു എന്നൊക്കെ നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു രാവിലെ. ഇത് കേട്ട ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. ഗീതു ആണെങ്കിൽ പറയുന്നുണ്ട്, ദേ വെറുതെ നുണ പറയരുത് രഞ്ജു. ഇത് കേട്ട രഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തിനാ നിന്നോട് നുണ പറയേണ്ട ആവശ്യം, നീ ഇപ്പം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ഗീതു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും തല്ലുകൂടുന്ന സമയത്ത് ഗോവിന്ദും അങ്കിളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോവിന്ദ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ എന്താ ഇവിടെ ഒരു പ്രശ്നം, എന്തോ ഒന്നും മനസ്സിലാവാത്ത പോലെ നമുക്ക് രണ്ടുപേർക്കും എന്താ പ്രശ്നം. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഗീതു കുറച്ചു മുന്നേ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, ഈ ഡ്രസ്സ് ഇട്ടിട്ടല്ല ഗീതു വന്നിരുന്നത്, എന്നിട്ട് അവൾ പറഞ്ഞിരുന്നു ഡ്രസ്സിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഞാൻ ഗീതുവിനോട് ചോദിച്ചപ്പോൾ ഗീതു പറയുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടേ ഇല്ല, ഗീതു ഇപ്പോഴത്ര ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്, അപ്പോൾ ഞാൻ കണ്ടത് എന്താ വെറുതെ ആണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിള് പറയുന്നുണ്ട്, ഗീതു നമ്മുടെ മുന്നിൽ നാടകം കളിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള വഴക്ക് നമ്മളെ മറക്കാനാവും മോളത് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അല്ല അങ്കിൾ, ഇന്നത്തെ ദിവസം ഞങ്ങൾ വഴക്കിട്ടിട്ടേ ഇല്ല. അപ്പോഴാണെങ്കിൽ ഗോവിന്ദന് കാര്യം മനസ്സിലാവുന്നുണ്ട്. മാർഗഴി ഇവിടെ വന്നിട്ടുണ്ട്, ഗീതുവായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എന്തിനാന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, ഞാനും കണ്ടിട്ടും വഴക്കിട്ടോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം, ഞാൻ എപ്പോൾ വന്നു അതെനിക്ക് അറിയണം എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വിട്, അതെപ്പോൾ നമ്മളെപ്പോൾ വന്നാലും നമ്മൾ എത്തിയില്ലേ ഗീതു, അത് പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന് അങ്കിളിൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും, ചെക്കിങ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല, നമുക്ക് പോയി വന്നിട്ട് നമുക്ക് നിരപരാധിത്വം തെളിയിക്കാൻ ഗീതു എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അവർ എയർപോർട്ടിലേക്ക്. പിന്നീട് കാണിക്കുന്നത് രാധികാമ്മയും വരുണിനെയാണ്. രാധികാമ്മയ്ക്കാണെങ്കിലോ തലവേദന എടുത്തിട്ട് വരുൺ കാല് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണെങ്കിലോ രേഖ വരുന്നുണ്ട്. രേഖ വന്ന് ചോദിക്കുന്നുണ്ട്, രാധികാമ്മയ്ക്ക് തലവേദന എടുക്കുന്നതിന് വരുണേട്ടൻ എന്തിനാ കാല് തിരുമ്മി കൊടുക്കുന്നത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മയ്ക്ക് തലവേദന മേല് മൊത്തം പടർന്നു അത്രേ, അപ്പോൾ ഇനി പടരാത്ത സ്ഥലം കാല് മാത്രം, അപ്പോൾ ഇനി അങ്ങോട്ട് വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കാല് തിരുമ്മി കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട രാധികാമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ കാലിലേക്കും വേദന വന്നോടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാഞ്ചന അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് രഞ്ജു പാപ്പ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേഖ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, രഞ്ജു തിരിച്ചു വരുമെന്ന് അറിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് തലവേദന വന്നത് കാഞ്ചനെ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട്, ഇതിന് മുന്നേ രഞ്ജു വന്നിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും രാധികാമ്മയ്ക്ക് തലവേദന വന്നില്ലല്ലോ, അപ്പോഴൊക്കെ നല്ല അടിപൊളി തല്ലാണല്ലോ ഉണ്ടാക്കിയിരുന്നത്, ഇന്നും നല്ല തല്ലുണ്ടാക്കണം എന്ന് ഉണ്ടാക്കണ രാധികാമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട രേഖ പറയുന്നുണ്ട്, തല്ലുണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്കും നന്നായിട്ട് രാധികാമ്മ എല്ലാത്തിലും തോറ്റിട്ടുമുണ്ട്, ഇന്നും അതുപോലെ തന്നെ നടക്കും, അതിന് റെഡിയാണെന്ന് വെച്ചാൽ അമ്മ തല്ലുണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, ഇല്ല ഇന്ന് അമ്മ ജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, വരുമാമ്മ അമ്മേനെ തൂക്കിയെടുത്ത് താഴേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട വരും പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിന്ന് ബാക്കിയുള്ളവർക്ക് പണിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പണിയാനല്ല, മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, കാഞ്ചനയ്ക്ക് കിട്ടിയത് മതിയായി എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയ്ക്ക് വരൂ, അവിടെ 100 കൂട്ടം ജോലിയുണ്ട്, അല്ല രാധികാമ്മയുടെ ചവിട്ട് പ്രതീക്ഷിച്ചാൽ നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നോളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് രേഖ അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. അത് കേട്ട കാഞ്ചന പറയുന്നുണ്ട്, രേഖ പാപ്പ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ പിന്നിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം നമ്മുടെ രാധികാമ്മയും വരുണും പറയുന്നുണ്ട്, രഞ്ജു ഞാൻ വരുണിൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്നാണ് അമ്മ വിചാരിച്ചത്, അങ്ങനെയല്ലേ ഇവിടെ എല്ലാവരോടും പറഞ്ഞു നടന്നത്, ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അവൾ എവിടെയായിരുന്നു ഇത്ര ദിവസം എന്നൊക്കെ നമ്മുടെ ഭാസ്കരേട്ടൻ നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കത് വന്നാൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, ഇനി മുതൽ എൻ്റെ 2 കണ്ണും അവളുടെ പിന്നാലെയാവും അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, നിൻ്റെ 2 കണ്ണും അവൾക്ക് കൊടുക്കാതെ എനിക്കൊരു കണ്ണ് നാടാ, അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ എൻ്റെ 2 കണ്ണല്ല, അമ്മയ്ക്ക് ഞാൻ എൻ്റെ 2 കൈ കൂടെ തരുമെന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയുടെ കാല് തിരുമ്പി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രഞ്ജു വരുന്നതാണ് കാണിക്കുന്നത്. രഞ്ജു വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, രഞ്ജു നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു തിരിച്ചു പറയുന്നുണ്ട്, ഞാനും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, അപ്പോൾ ടാലി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, നീ എന്നാലും നിൻ്റെ ധ്യാനൊന്നും ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഞങ്ങൾ ഇതുവരെ അവനെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ ഇനി സമയമുണ്ടല്ലോ രേഖേച്ചി, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പ്രിയ പറയുന്നുണ്ട്, അവൾ ധ്യാൻ്റെ കൂടെ ഒന്നും അല്ല രേഖേച്ചി പോയത്, അവൾ വേറെ ഇങ്ങോട്ടും ആണ് പോയത്, എന്നിട്ട് ഗീതു ചേച്ചിയും ഗോവിന്ദേട്ടനും കൂടെ അവൾ ധ്യാൻ്റെ കൂടെ പോയതാണെന്ന് വരുത്തിണ്ടാക്കിയതാണ്, ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നുണകളുടെ കൊട്ടാരമാണ് ഈ വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗീതും പറയുന്നുണ്ട്, നിനക്കതൊക്കെ വെറുതെ തോന്നുന്നതാണ് പ്രിയേ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗീതു പറയുന്നുണ്ട്, രഞ്ജു എനിക്ക് നിന്നോട് അത്യാവശ്യമായി സംസാരിക്കാനുണ്ട്, നമുക്ക് മുറിയിലോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് രഞ്ജു പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അമ്മയെ കാണണം, എന്നിട്ട് മതി സംസാരമൊക്കെ, എന്നിട്ട് അവ സംസാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട് ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് എന്തോ സീരിയസ് കാര്യം പറയാനാ തോന്നുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ രഞ്ജുവും ഗീതു ചേച്ചിയുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ടാവുമോ, ഇനി അതായിരിക്കും ഗീതു ചേച്ചിക്ക് ഇത്രയും സംശയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഇന്ന് ഉണ്ടായ സംഭവം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രഞ്ജു അവരോട് അമ്മയുടെ റൂമിലോട്ട് വരാൻ പറയുന്നുണ്ട്, അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി അതൊരു വലിയ പ്രശ്നമാക്കേണ്ട രഞ്ജു, അത് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.